ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോണു. നമ്മുടെ അച്ഛനുണ്ട്, ബാലനുണ്ട്, ആകാശ്, മിത്ര എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാരും കണ്ടു. എല്ലാരും കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. സീരിയല് പോലെ അല്ല ബാക്കി ഷൂട്ടെന്ന് നമുക്കിന്ന് മനസ്സിലായി. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീം ഭയങ്കര സെറ്റ് ടീമാ. എല്ലാവരും ഭയങ്കര ജോലിയാണ്. ഇപ്പൊ കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെയാ. പക്ഷെ പുള്ളി നമ്മുടെ ഒക്കെ അടുത്ത് ഭയങ്കര കൂളായിട്ടൊക്കെ. പിന്നെ കണ്ടില്ലേ പുള്ളി? ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് എത്ര സീരിയൽസ് അപ്പൊ ചെയ്തിട്ടുണ്ട്? എന്റെ ഇത് രണ്ടാമത്തെ സീരിയൽ ശരിക്കും പറഞ്ഞാൽ. നേരത്തെ ഫസ്റ്റ് നിങ്ങളുടെ മിലേനിയം അവരുടെ സീരിയലായിരുന്നു, കഥാനായിക എന്ന് പറയും. അത് എത്ര നാളായിരുന്നു? എത്ര എപ്പിസോഡ് ചെയ്തു? അത് എനിക്ക് തോന്നുന്നു ഒരു 300 എപ്പിസോഡിന്റെ അടുത്ത്. അത് കഴിഞ്ഞപ്പോ അത് തീർന്നു. ഓക്കെ. അതിന് പെട്ടെന്നാണോ ഇതിലെങ്ങനെയാണ് ഇതിലിങ്ങോട്ട് വന്നത്? സാധനം ഇതില് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമ്മള് മാമന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ട്, അരുൺ എന്നാണ് പേര്. പുള്ളി ഈ സീരിയലിൽ നിന്ന് ആ സീരിയലിലേക്ക് ഒക്കെ മാച്ചള ആ സീരിയലിലേക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ വന്നായിരുന്നു. അപ്പൊ അന്നേരം ഞാൻ അവിടെ ഉണ്ട്. ഞാൻ വിശാഖ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുക. പുള്ളി വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വന്നു. അങ്ങനെയാണ് കമ്പനി ചെയ്ത്. പുള്ളിയാണ് എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് അന്ന് നമ്മള് ഒറ്റ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര വൈബായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഭയങ്കര കമ്പനിയായി. അത് കഴിഞ്ഞപ്പോ ഈ സാന്ത്വനം 2 ഒരു കാസ്റ്റിങ്ങിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഫോട്ടോ ആക്കി നമുക്കൊന്ന് കൊടുത്തു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഇതിലുള്ള ക്യാരക്ടർ എന്താണ്? ഇപ്പൊ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇതില് ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അതായത് ബാലൻ ഗോമതി ദമ്പതികളുടെ 1, 2, 3 4ാമത്തെ മോനാണ്. ശരി, 5 പേരുണ്ട്. അതിൽ 4ാമത്തെ മോനാണ്. ആകാശിനെ പരിചയപ്പെട്ടില്ല? ആകാശ് ഉണ്ട്. അതിന്റെ താഴെ വരുന്ന ആളാണ്. അപ്പോ ഈ ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പറഞ്ഞ കുറച്ച് തല്ലുപുള്ളി എന്ന് പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് കുറെ ന്യായങ്ങളൊക്കെ ഉണ്ട്. അച്ഛന്റെ അതേ ക്യാരക്ടറാണ് കിട്ടിയത് ആര്യന്. അതായത് ബാലന്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ ഇത്തിരി കണിശക്കാരനാണ്. ആര്യന്റെ അടുത്ത് കുറച്ച് ടഫാണ് ആള്. ഇത്തിരി റഫായിട്ടേ പെരുമാറുള്ളൂ പുള്ളി. അപ്പൊ ആ ഒരു ക്യാരക്ടർ ആര്യനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആര്യനായാലും അച്ഛന്റെ അടുത്ത് മുഖത്തൊക്കെ കാര്യം പറയും. അച്ഛൻ എന്തെങ്കിലും അച്ഛന്റെ ഭാഗത്തുനിന്ന് എന്ത് എവിടെ തെറ്റ് വന്നാലും പുള്ളി പറയും. പുള്ളി അങ്ങനെ ഇന്ന ആളുടെ മുഖത്ത് നോക്കി പറയാതിരിക്കണ പരിപാടി ഇല്ല. ആകാശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയും. ആരായാലും നോക്കണ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ള കാര്യങ്ങൾ പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. പിന്നെ വീട്ടില് എന്താ പറയാ, അമ്മേനും അച്ഛനും എല്ലാവരും ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, സഹോദരങ്ങളായിട്ട് സ്നേഹമുണ്ട്. പിന്നെ ഇപ്പൊ ഈ അടുത്ത് ആര്യനൊരു കല്യാണം കഴിച്ചു. അത് സീരിയൽ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. മിത്ര എന്നാണ് പേര്. ഇപ്പൊ അത് ഞങ്ങള് ഇത്തിരി ശത്രുക്കളായിരുന്നു. അപ്പുറത്തും വീട്ടില് റിലേറ്റീവ്സ് ആണ്, പക്ഷെ ശത്രുക്കളാണ്. അപ്പം ഇതില് സ്റ്റാർട്ടിങ് എപ്പോഴായിരുന്നു? ഏത് സമയം തൊട്ടായിരുന്നു ഈ കരിയറിലോട്ട് വന്നത്, ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ശരിക്കും പറഞ്ഞ ഞാന് ഈ ഉപ്പും മുളകും എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒറ്റ എപ്പിസോഡിലേ ഉള്ളൂ. ലച്ചുവിന്റെ എൻഗേജ്മെന്റിന്റെ ഒരു എപ്പിസോഡ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് നോക്കി കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നിറങ്ങുന്ന ഒരു ലച്ചുവിന്റെ വരനായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൽ ഫസ്റ്റ് അഭിനയിക്കുന്നത്. പിന്നെയാണ് കഥാനായിക, പിന്നെ ഇപ്പൊ സാന്ത്വനം. ഇതിനു മുമ്പ് എന്താണ് ആക്ച്വലി ചെയ്തോണ്ടിരുന്നത്? വർക്ക് ആയിരുന്നോ, സ്റ്റഡിങ് ആയിരുന്നോ? ഇതിനു മുമ്പ് ഞാൻ ഡിഗ്രി പഠിച്ചതിന് ശേഷം BCom ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തായിരുന്നു. ഒരു 1.5 വർഷം ഇൻഫോ പാർക്ക് കാക്കനാടായിരുന്നു. അവിടെ സെറോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് വർക്ക് ഭയങ്കര, നമുക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഡേ നൈറ്റ് ഒരു 3 ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഉറക്കം ഒളിച്ചിരിക്കുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അത് കളഞ്ഞ് നമ്മുടെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര. അപ്പൊ അതുകൊണ്ട് അത് കളഞ്ഞു. അതിനുശേഷം വേറെ കുറെ ജോലിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട്.